തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024 ആമിയ ഗോൾഡിൽ തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. പോലീസിനെതിരെ വ്യാപകമായി ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക, ADGP MR അജിത് കുമാറിൻ്റെ കാലയളവിൽ നടന്ന കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക, കുറ്റാരോപിതരെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സംസ്ഥാനത്തെ പോലീസിനെ കൂലിപ്പടയായി മാറ്റിമറിച്ചു. SDPI സിന്ദാബാദ്. BJPക്കു സീറ്റ് ലഭിക്കാൻ, BJPക്കു സീറ്റ് ലഭിക്കാൻ പുറകലക്കിയ പോലീസ്, പുറകലക്കിയ പോലീസ് മാർച്ച് SDPI സംസ്ഥാന സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയെ ക്രിമിനൽ ക്യാപിറ്റലാക്കുവാനുള്ള RSS അജണ്ട പിണറായിയുടെ മൗനാനുവാദത്തോടെ ചില പോലീസുകാർ നടപ്പിലാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ത്രീ പീഡകരായ പോലീസുകാർക്ക് മാമാപ്പണിയെടുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. കേരളത്തിലെ പോലീസിനെ സംഘപരിവാർവൽക്കരണത്തിന് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. മകളുടെയും തൻ്റെയും പേരിലുള്ള കേസിൽ നിന്ന് തടിയൂരുന്നതിന് RSSന് വേണ്ടി പിണറായി വിജയൻ കേരള പോലീസിനെ തീറെഴുതി കൊടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിങ്ങളെ ഈ വളഞ്ഞു നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ, നിങ്ങളെ ലാത്തി ഒടിഞ്ഞു പോകുന്നതല്ലാതെ ഒരു ഇഞ്ച് ഞങ്ങൾ ഇവിടുന്ന് പുറകോട്ട് പോകില്ല. ഞങ്ങള് തീരുമാനിക്കുറത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കേരള പോലീസിന് അങ്ങനെ സംഘപരിവാരവൽക്കരണത്തെ വിട്ടുകൊടുക്കാൻ കേരളത്തിലെ SDPക്കാർ സമ്മതിക്കില്ലെന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ കേരളക്കരയില് അൻവർ ഒരു വാട്സാപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ പോലീസുകാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ, പോലീസുകാർക്കെതിരെ എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ പോലീസ് ജനങ്ങളോട് കാണിച്ചാൽ അതിനൊക്കെ പരാതിപ്പെടാൻ ഒരു ഇടമുണ്ട്, സംവിധാനമുണ്ട്. ആ സംവിധാനങ്ങൾ നിലനിൽക്കെ വാട്സാപ്പ് നമ്പർ ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ അൻവർ പറയുകയാണ്, PV അൻവർ പറയുകയാണ്, നിങ്ങൾ ഇതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുക. അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടുത്തെ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഈ സംവിധാനങ്ങളെയാണോ അല്ല അൻവറിന്റെ വാട്സാപ്പ് നമ്പറിനെയാണോ വിശ്വസിക്കേണ്ടത്? അൻവർ തന്നെ പറയുകയാണ്, പിണറായി വിജയന് ധാരാളം പരാതികൾ എഴുതി കൊടുത്തു, എന്നിട്ടോ ആ പരാതികൾ വായിച്ചു നോക്കിയിട്ട് P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറി. ഒരു ചുക്കും ഭരണകക്ഷി MLA ആണ് പറയുന്നത് ഒരു ചുക്കും നടക്കില്ലെന്ന്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ, കേരളത്തിന്റെ പോലീസ് മന്ത്രിയായ പിണറായിക്ക് പരാതി കൊടുത്താൽ ഒരു ചുക്കും നടക്കില്ലെങ്കിൽ, ഈ കേരളത്തിലെ 4 കോടി വരുന്ന ജനത ആർക്കാണ് പരാതി കൊടുക്കേണ്ടത്? ആണും പെണ്ണും കെട്ട പിണറായി നിങ്ങളെ മുമ്പ് ഒരു വിളി വിളിച്ചിരുന്നു, കൊല്ലം MP പരനാറിയെന്ന്. ആ വിളിക്ക് ഏറ്റവും അർഹൻ പിണറായി വിജയനാണ്. പരനാറിയായ പിണറായി വിജയൻ രാജിവെച്ച ആഭ്യന്തരമന്ത്രി പദം രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. കേരളത്തിന് ദുരന്തമാണ് നിങ്ങൾ. നമ്മുടെ കേരളത്തിൽ 2018 മുതൽ
വലിയ 2 ഫ്ലഡ് കണ്ടിട്ടുണ്ട്, നമ്മൾ പ്രളയം കണ്ടിട്ടുണ്ട്. നമ്മൾ ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി, സംസ്ഥാന സമിതി അംഗം ഡോക്ടർ CH അഷ്റഫ്, അഡ്വക്കേറ്റ് സാദിഖ് നാടുത്തോടി, ഉസ്മാൻ കരുളായി, ഇർഷാദ് മൊറയൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. KC സലാം, മുസ്തഫ പാമങ്ങാടൻ, ഹമീദ് പരപ്പനങ്ങാടി, ലത്തീഫ് വല്ലാഞ്ചിറ, മുഹമ്മദ് ബഷീർ, യൂസുഫ് എടവണ്ണ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലപ്പുറം.